ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഖത്തിൻ്റെ നിറക്കുറവും അതേപോലെ തന്നെ മുഖത്തിന് തിളക്കമില്ലായ്മയും പലരും നേരിടുന്നൊരു പ്രശ്നമാണ്. ഇതിന് പരിഹാരം കാണാൻ വേണ്ടി പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് തന്നെ പിന്നീട് പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പരിഹാരമായിട്ട് ചർമ്മത്തിൻ്റെ തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള നാച്ചുറൽ ടിപ്സുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബീട്രൂട്ടും അതേപോലെ തന്നെ ഒരു കഷ്ണം കറ്റാർ വാഴയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴ ഒന്ന് പൊളിച്ച ശേഷം അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമ്മളിവിടെ എടുക്കുകയാണ് ചെയ്യുന്നത്. മുഖസൗന്ദര്യത്തിനുള്ള ക്രീമുകൾ, മുഖസൗന്ദര്യം കൂട്ടാനുള്ള ടോണർ, സൺസ്ക്രീൻ ലോഷൻ ഇവയുടെ എല്ലാത്തിനും കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറ്റാർവാഴ ജെല്ല് അതിൽ ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ എണ്ണമയവും മുഖക്കുരുവും കറുത്ത പാടുകളും ഇല്ലാത്ത ചർമ്മം ലഭിക്കാനായിട്ടും കറ്റാർവാഴ ഗുണം ചെയ്യും. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഹെയർ ജെല്ലുകളിലും ക്രീമുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കറ്റാർവാഴ. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തുള്ളതാണ്. ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ തയ്യാറാക്കാം. കറ്റാർവാഴ ജെല്ല് ഒരുപാട് ആയുർവേദിക് സൗന്ദര്യ സംരക്ഷണ ക്രീമുകളിലൊക്കെ ഉള്ള ചേരുവ തന്നെയാണ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് സ്കിൻ ബ്രൈറ്റ് ആകാനായിട്ടും ഡൾ സ്കിന്നൊക്കെ മാറാനായിട്ടും ഒക്കെ നല്ലതാണ്. അപ്പോൾ ബീട്രൂട്ട് അരിഞ്ഞതിലേക്ക് നമ്മൾ കറ്റാർവാഴ ജെല്ല് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ പ്രധാന ചേരുവ. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒന്നും ചേർക്കണ്ട. അതിനുശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അത് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്പൂൺ ഓട്സ് പൊടി അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയുടെ പൗഡർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ബീട്രൂട്ട് കറ്റാർവാഴ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കുക. അല്പം തേൻ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അതിനുമുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവോ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം വേണം ഇത് നമുക്ക് സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഫേസിലും അതേപോലെ നെക്കിലും കൈകളിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡാർക്കായിട്ടുള്ള സ്കിന്നിൻ്റെ പാർട്ടുകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബീട്രൂട്ട് ഫേസ് പാക്ക് നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾക്ക് നല്ലൊരു പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കണ്ണിലേക്ക് പോകാത്ത രീതിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ചർമ്മത്തിന് നിറം നൽകുക മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യം കൂട്ടാൻ കൂടി സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത്. വരണ്ട ചർമ്മം ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്. വരണ്ട ചർമ്മത്തെ ഇല്ലാതാക്കാനായിട്ടും തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ തേൻ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ മുഖക്കുരു ഉള്ള ആൾക്കാർക്ക് മുഖക്കുരു വന്ന പാടുകൾ അകറ്റാനായിട്ടൊക്കെ ഈ ഒരു പാക്ക് ഗുണം ചെയ്യും. മുഖക്കുരു വരാതിരിക്കാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് ഉണങ്ങുന്ന പരുവത്തിന് നമുക്ക് ഇത് തുടച്ച് കളയാവുന്നതാണ്. ആഴ്ചയിൽ 2-3 തവണ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറം നന്നായിട്ട് ബ്രൈറ്റ് ആകുന്നതാണ്. അതേപോലെ തന്നെ പാടുകളൊക്കെ അകറ്റാനായിട്ടും സഹായിക്കും. അപ്പോൾ ഈ ഫേസ് പാക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മോയ്സ്ചറൈസറൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.